ഹലോ ഗൈസ്, നമസ്കാരം. പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നെ കുറിച്ച് പറയാനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ പേര് മുർഷിദ എന്നാണ്. എനിക്ക് 5 കുട്ടികളാണ്. എന്താ പറയുക, ഞാൻ ഒരുപാട് ആലോചിച്ചാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങണോ വേണ്ടയോ, എൻ്റെ പരിമിതികൾക്കുള്ളിൽ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചിട്ട്. പക്ഷേ നമ്മൾ ഒന്നിനും ട്രൈ ചെയ്യാതിരുന്നാൽ ഒന്നും നടക്കില്ല, എവിടെ എത്തൂല. ഞാൻ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അച്ചാറുണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടായി. അത് ഒന്നും എവിടെ എത്തില്ല എന്ന് വിചാരിച്ചപ്പോഴാണ്, ഒന്നും ആവില്ല എന്നുള്ള ആ ഒരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ യൂട്യൂബിലേക്ക് ഇറങ്ങിയത്. യൂട്യൂബിൽ എന്താണ് ഈ യൂട്യൂബിൻ്റെ ABCD ഒന്നും എനിക്കറിയില്ല. ഒരു കാര്യവും അറിയാതെ ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. എങ്ങനെ വീഡിയോ എടുക്കണം, പിന്നെ അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങൾ ഒന്നും എനിക്കറിയില്ല യൂട്യൂബിനെ കുറിച്ച്. പക്ഷേ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മൾ പല വലിയ ആൾക്കാർ പറയുന്നുണ്ട്, പരാജയത്തിൻ്റെ ചവിട്ടുപടിയാണ് വിജയത്തിൻ്റെ ഉറവിടമെന്ന്. പണ്ട് മുതൽക്കേ കേൾക്കുന്ന കാര്യമാണ്. അതെ, നമ്മൾ പരിശ്രമത്തിൻ്റെ ഒടുവിൽ നമുക്കൊരു വിജയം ഉണ്ടാവാതിരിക്കില്ല എന്ന ഒരു തോന്നിയതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഇതെൻ്റെ 3ാമത്തെ കുട്ടിയാണ് യാസി. ഹായ് അല്ലേ? 3ാമത്തെ കുട്ടിയാണ് യാസി. പിന്നെ അതിന് 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അപ്പോൾ ഈ 5 കുട്ടികളെ കൊണ്ട് നടക്കുക അത്ര വലിയ ഈസിയുള്ള കാര്യമൊന്നുമല്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, പഠിപ്പ്, പിന്നെ മറ്റ് ചില ചെറിയ ആവശ്യങ്ങൾ, അതൊക്കെ ആരുടെ മുമ്പിൽ കൈനീട്ടാതെ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തോടെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ ഞാൻ മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായി, പിന്നെ കുറേ നാൾക്ക് മുമ്പ്. അപ്പോൾ എന്താ പറയുക, വീഡിയോ എടുക്കുന്നതായാലും പിന്നെ ഒന്നും എനിക്ക് ഒരു നെഗറ്റീവ് ചിന്ത വന്നത് എന്താ വെച്ചാൽ, എൻ്റെ ഈ വീടിൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുക, ഈ വീടിൻ്റെ അവസ്ഥ, ഈ വീടിൻ്റെ കോലം കണ്ട എല്ലാവരുടെ വീഡിയോ ലൈറ്റും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്നും ഉണ്ടാവില്ല, ഒന്നും കിട്ടൂല. പിന്നെ നമ്മുടെ വീട് ഇങ്ങനെയാണ് അങ്ങനെയാണ്, അങ്ങനത്തെ ആ ഒരു നെഗറ്റീവ് ചിന്ത എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കണ്ടും കേട്ടും പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കും ചെയ്തുകൂടാ, എന്താ നമുക്ക് നമ്മുടേതായ ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള എൻ്റെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങോട്ട് എത്തൂല. പിന്നെ അതുകൊണ്ട് ഉറപ്പായിട്ട് എനിക്ക് നിങ്ങൾ സപ്പോർട്ട് വേണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, സപ്പോർട്ട് ചെയ്യണമല്ലേ, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.